പ്രൈസ് ലോർഡ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമുക്കറിയാം, എല്ലാ വിശ്വാസികളുടെ നടുവിലേക്കും ദൈവവചനം ഇറങ്ങി വരുമ്പോഴാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ഒരുപക്ഷെ പിതാക്കന്മാരിലൂടെ അവൻ ക്രിസ്തീയ വിശ്വാസി ആയിരിക്കാം. അത് പലതരത്തിൽ, ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാർ ശക്തമായ വിശ്വാസത്തിലായിരുന്നിട്ടുണ്ടാകാം, എന്നാൽ മക്കൾ അതേ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. എന്നാൽ വചനം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനം അവനെ വീണ്ടെടുക്കും, ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. എന്നാൽ ഇന്ന് ഇതേ വചനം തന്നെ ചിലരെ വഴിതെറ്റിക്കുന്നുമുണ്ട്, ചിലരെ നേരായ വഴിക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് നമ്മൾ വചനം മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വചനം കേൾക്കേണ്ടത്, ഏത് തരത്തിലാണ് വചനത്തെ സ്വീകരിക്കേണ്ടത്. ഒരു ദൈവവചന പ്രഘോഷകൻ, അദ്ദേഹത്തെ ഒരു പുരോഹിതനാണ്, നല്ല തിയോളജിയൊക്കെ പഠിച്ച് നല്ല രീതിയിൽ വചനം പറയുന്ന ഒരു പുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഞാനിങ്ങനെ കേൾക്കുകയാണ്. അത് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ ആ വചനമാണ് അദ്ദേഹം കൃപയാൽ പങ്കുവയ്ക്കുന്നത്. കൃപയിലാണോ അല്ലയോ എന്നത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം. ഞാൻ കേൾക്കാനിടയായ ഒരു വ്യാഖ്യാനം ഇതായിരുന്നു: കർത്താവായ യേശു ക്രിസ്തുവാണ് ദ ബെസ്റ്റ് മോട്ടിവേറ്റർ. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ സ്പീക്കർ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാവുന്ന ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന ചില വാക്കുകളാണ് മോട്ടിവേഷൻ സ്പീക്കർ, അതുപോലെ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബർ. ഇത് പണ്ടൊന്നും നമ്മൾ കേട്ടിരുന്നില്ല, ഇങ്ങനത്തെ ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ന് കുറച്ച് സ്വാധീനം ചെലുത്തുന്ന ചില വാക്കുകളാണ് ഇതൊക്കെ, അതായത് മോട്ടിവേഷൻ സ്പീക്കറൊക്കെ. ഏതൊരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്: പകൽ മുഴുവൻ ഞാൻ ലോകത്തെ മോട്ടിവേറ്റ് ചെയ്യും, എന്നാൽ രാത്രി എനിക്ക് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയാത്തവണ്ണം ഞാൻ സങ്കടത്തിലും നിലവിളിയിലുമാണ് എന്ന് പറഞ്ഞ പോലെ മോട്ടിവേഷൻ സ്പീക്കറൊക്കെ എത്ര പേര് മാറ്റും എന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹം ഇത് പറയാനുള്ള കാരണം ഇതാണ്: 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റി. അവിടെ ജനം വന്നു, സുവിശേഷം കേട്ടു, യേശുവിൽ നിന്ന് വചനം കേട്ടു. അവിടെ അത്ഭുതമല്ല സംഭവിച്ചത് എന്തായിരുന്നു? അവിടെ എല്ലാവരുടെയും കയ്യിൽ അപ്പമുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരു ടെൻഷൻ. ഇനി ഞാൻ ഈ പൊതി എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവൻ എൻ്റെ പൊതിയിൽ നിന്ന് തട്ടിപ്പറിച്ചാലോ? ആകെ 5 അപ്പവും 2 മീനും ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ സ്വന്തം കുടുംബത്തിന്. അപ്പോൾ വചനം കേട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തുറസായ സ്ഥലത്ത് നിർത്തി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്നാഗ്രഹിച്ച് എല്ലാവരും, അന്നത്തെ കാലത്ത് യഹൂദരെപ്പോഴും യാത്രകളിലായിരിക്കുമ്പോൾ ഭക്ഷണ പൊതി കൊണ്ടുപോകുന്ന ഒരു പതിവ്, പഴയ നിയമത്തിൽ അങ്ങനെ പല വചനങ്ങളും ഉണ്ട്, പൊതി കൊണ്ടുപോകുന്നൊരു രീതിയുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ വചനം കേൾക്കാൻ വന്ന എല്ലാവരുടെയും കയ്യിൽ പൊതി ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ യേശു 1-2 മോട്ടിവേഷൻ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നിങ്ങളെല്ലാവരും ഇരിക്കുവിൻ, ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുവിൻ എന്നൊക്കെ പറഞ്ഞു കേട്ട് ഒരു ബാലൻ അവൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും ഉയർത്തി, കർത്താവേ ഇതെൻ്റെ കയ്യിലുണ്ട്, ഇതുകൊണ്ട് എല്ലാവർക്കും തികയാണെങ്കിൽ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ ആ ബാലൻ്റെ നല്ല മനസ്സ് കണ്ടപ്പോൾ ബാക്കി എല്ലാവരും പെട്ടെന്ന്, അയ്യോ അത്രയും ചെറിയൊരു പയ്യൻ ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ഭക്ഷണം ഒളിച്ചു വയ്ക്കുന്നേ, അത് നമുക്ക് എല്ലാവർക്കുമായി കൊടുക്കാമെന്ന ഒരു പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ എല്ലാവർക്കും ലഭിച്ചു. അങ്ങനെ എല്ലാവരും തങ്ങളുടെ പൊതി എടുത്ത് പുറത്തു വെച്ചു, എല്ലാവരും ഭക്ഷണം കഴിച്ചു. എങ്ങനെയുണ്ട് മോട്ടിവേഷൻ സ്പീക്കർ? കർത്താവായ യേശു ക്രിസ്തുവാണ് ഏറ്റവും ആദ്യത്തെ മോട്ടിവേഷൻ സ്പീക്കർ. അങ്ങനെ യേശു മോട്ടിവേറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്വന്തം പൊതി തുറന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്നാണ് ഈ സുവിശേഷകൻ, അദ്ദേഹം തൻ്റെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുന്ന ആ ഒരു സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും വിശ്വസിക്കാം. ഇനി അദ്ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ അങ്ങനെ. ഞാനെന്തായാലും അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. നിങ്ങളെന്തായാലും അത് ചിന്തയിൽ വയ്ക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. 2 കൊറിന്തോസ് അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് വിശ്വാസികൾ എങ്ങനെയാണ് എന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ള ഒരു ബോധ്യത്തെക്കുറിച്ചാണ് 2 കൊറിന്തോസ് അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്, അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. അതായത് ദൈവസഭയോട് അപ്പസ്തോലൻ പറയുകയാണ്, അവൻ്റെ തന്ത്രങ്ങൾ നമ്മൾ അറിവില്ലാത്തവരല്ലല്ലോ,
അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച്, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ച്, പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ, നിങ്ങൾക്ക് നല്ല അറിവുണ്ടല്ലോ. സഭയോടാ പറയുന്നത്. അപ്പോൾ അപ്പസ്തോലനൊരു വിശ്വാസമുണ്ട്, സഭയ്ക്ക് പിശാചിനെ കുറിച്ച്, അവൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ട്. എത്ര പേർക്ക് ഈ അറിവുണ്ട് എന്ന് നമ്മൾ തന്നെ നമ്മെ തന്നെ പരിശോധിച്ച് നോക്കുക. ദൈവവചനം പറയണം നമ്മെ കബളിപ്പിക്കാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവൻ നമ്മളെ എന്ത് ചെയ്യും? കബളിപ്പിക്കും. സാത്താൻ ദൈവജനത്തെ കബളിപ്പിക്കും, സാത്താൻ മനുഷ്യരെ കബളിപ്പിക്കും. കാരണം അവൻ്റെ രീതി അതാണ് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ, 2 കൊരിന്തോസ് 2:11 ഒന്നുകൂടി വായിച്ചോ. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അതിന്റെ മുകളിലെ വചനം ഒന്ന് വായിക്കാം മോനെ. നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. ഇത് സാത്താൻ, അതായത് ക്ഷമിക്കുന്ന സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ച് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സാത്താൻ നമ്മളെ കബളിപ്പിക്കരുത്. അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ അറിവില്ലാത്തവരല്ലല്ലോ, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ആദിമസഭയ്ക്ക് സാത്താൻ്റെ പ്രവർത്തനം നല്ല വ്യക്തമായിട്ട് അറിയാം. ഇന്നത്തെ സഭയ്ക്കും ഇന്നത്തെ മനുഷ്യനും എത്രത്തോളം സാത്താൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അറിയുമോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ സംശയമുള്ളൂ. പക്ഷേ ആദിമസഭയ്ക്ക് നല്ല വ്യക്തമായിട്ട് സാത്താൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്തോസ് അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം അതുകൂടി വായിക്കുമ്പോൾ അവിടെയും സാത്താൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായി അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൂടി വായിച്ചോ. എന്നാൽ സർപ്പം ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലൻ പറയാണ്, ഒന്ന് സാത്താൻ്റെ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയാണ് ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഹവ്വയെ എങ്ങനെ ചതിച്ചു? തന്ത്രപൂർവം. സർപ്പം ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചു. അപ്പോൾ എന്താണ് ഈ തന്ത്രം? ഇനി അത് എങ്ങനെയാണ് അവൻ ചതിക്കുന്നത്? 2 വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ വിഷയം, എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഹവ്വയെ കുറിച്ച് പറഞ്ഞത്? ആദത്തെക്കുറിച്ച് പറയാതെ ഹവ്വയെ കുറിച്ച് പറഞ്ഞത് എന്തിനാ ബ്രദറെ ഞങ്ങളെ തന്നെ കുത്തുന്നേ എന്ന് സ്ത്രീകൾ ചോദിക്കരുത്. നിങ്ങളെ ഉദ്ദേശിച്ച് ഞാൻ ഒന്നും പറയാൻ വരുന്നതല്ല. പെട്ടെന്ന് എല്ലാവർക്കും ഒരു തോന്നലായിരിക്കും, ഇതിപ്പോൾ ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണോ വരുന്നത് എന്നൊരു തോന്നൽ എല്ലാവർക്കും വരും. ഒരിക്കലുമല്ല. ആദത്തെ ഒഴിവാക്കി എന്തുകൊണ്ട് ഹവ്വയെ പറഞ്ഞു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ഒന്നാമത്തെ ആദത്തിൻ്റെ ഭാര്യയാണ് ഹവ്വ. 1-ാം ആദത്തിൻ്റെ ഭാര്യ. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 2-ാം ആദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1-ാം ആദത്തിൻ്റെ ഭാര്യ ഹവ്വയെ സാത്താൻ തന്ത്രപൂർവം ചതിച്ചുവെങ്കിൽ അതുപോലെ തന്നെ 2-ാം ആദത്തിൻ്റെ ഭാര്യയെയും സാത്താൻ തന്ത്രപൂർവം ചതിക്കും. ഇതാണ് അവിടെ അപ്പോസ്തലൻ എടുത്തു വെക്കുന്ന ആദ്യത്തെ വിഷയം. 1-ാം ആദത്തിൻ്റെ ഭാര്യയായ ഹവ്വയെ സാത്താൻ തന്ത്രപൂർവമാണ് ചതിച്ചത്. 2-ാം ആദമായ ക്രിസ്തുവിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി, അത് സഭയാണ്, അത് വിശ്വാസ സമൂഹമാണ്, അത് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി. അപ്പോൾ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയെ അല്ലെങ്കിൽ ആ 2-ാം ആദമായ ക്രിസ്തുവിൻ്റെ കാന്തയെ എപ്പോഴും ചതിക്കാൻ നിൽക്കുന്നത് സാത്താൻ തന്നെയാണ്. അവൻ ചതിക്കുന്ന രീതിയാകട്ടെ കുതന്ത്രമാണ്, തന്ത്രപൂർവമാണ്, യാതൊരു വിധത്തിലും മനസ്സിലാക്കാൻ സാധിക്കാതെ അത്രയും വലിയ തന്ത്രമായിരിക്കും അവൻ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണേ എങ്ങനെയാണ്? 1-ാം ആദത്തിൻ്റെ ഭാര്യയായ ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയെ തന്ത്രപൂർവം ചതിക്കും. അപ്പം ആരാണ് അവൻ്റെ തന്ത്രത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാകേണ്ടത്, മനസ്സിലാക്കേണ്ടത്? ഇപ്പം സ്വാഭാവികമായും നമ്മൾ ചോദിക്കും, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയെ എന്തിനാ തന്ത്രപൂർവ്വം ചതിക്കുന്നത്? മറ്റുള്ളവരെ തന്ത്രമൊന്നും വേണ്ട ചതിക്കാനായിട്ട്, അല്ലേ? സാത്താൻ്റെ സന്തതിയെ, അവൻ്റെ സ്വന്തം അവകാശത്തിലിരിക്കുന്നവനെ, വിശ്വാസമില്ലാത്തവനെ, ദൈവത്തെക്കുറിച്ച് അറിയാത്തവനെ, വിജാതീയ വിശ്വാസത്തിൽ മറ്റ് ഏതൊക്കെയോ തിന്മകളിൽ കഴിയുന്നവനെ അവന് വലിയ തന്ത്രമൊന്നും വേണ്ട. പാപത്തെ പാപമാണെന്ന് പറഞ്ഞാലും അവനത് സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം അതിൻ്റെ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അവൻ്റെ മുമ്പിൽ വെക്കുന്നത്. യാതൊരു തന്ത്രവും വേണ്ട. പക്ഷേ വിശ്വാസ സഭയെ, മണവാട്ടി സഭയെ തന്ത്രപൂർവ്വം മാത്രമേ ചതിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അപ്പം എന്താണ് തന്ത്രം? ലോകമക്കളെ ചതിക്കേണ്ട കാര്യമില്ല.
അവരുടെ മുൻപിൽ പാപം കൊണ്ടുവന്ന് വെച്ചാൽ മതി, അവരതിലേക്ക് ചാടി വീണോളും. എന്നാൽ മണവാട്ടി സഭയെ പാപമാണെന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഒരിക്കലും അവനത് സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് അവനെ ചതിക്കേണ്ടത് അത് തന്ത്രപൂർവമായിരിക്കണം. അപ്പം എന്താണ് തന്ത്രം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സാത്താൻ്റെ കുടിലതന്ത്രം? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തന്ത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, കേൾക്കുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുകയും എന്നാൽ അതിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഒരു തിന്മയുണ്ടാകുകയും ചെയ്യുന്നതാണ് തന്ത്രം. നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നമ്മൾ പണ്ടൊക്കെ നമ്മളും ചെയ്തതായിരിക്കാം. ഒരു പക്ഷേ പിള്ളേരൊക്കെ ഈ കളിക്കുമ്പോൾ കുഴി കുത്തിയിട്ട് ഈ ഈർക്കിളിയോ അല്ലെങ്കിൽ ചെറിയ കമ്പുകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇല വയ്ക്കും, എന്നിട്ട് മണ്ണിട്ട് മൂടും. നിങ്ങൾ ആരെങ്കിലും ചെയ്തതെന്നറിയില്ല. ഞങ്ങൾ ഈ വീട് പണിയാനൊക്കെ ആയിട്ട് മണൽ കൊണ്ടുവന്നിടുമല്ലോ, മണലൊക്കെ. മണൽ കൊണ്ടുവന്നിടുമ്പോൾ നമ്മൾ വലിയ കുഴി കുത്തും. അന്നത്തെ കൈയുടെ പാങ്ങനുസരിച്ച് മണ്ണിൽ കുഴി കുത്താനുള്ള ആരോഗ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ മണലിൽ ഇങ്ങനെ കുഴി കുത്തും. എന്നിട്ട് കുഴി കുത്തിയിട്ട് പ്ലാസ്റ്റിക് ചാക്കും കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു ലെവൽ മാത്രം മണലിടും. എന്നിട്ട് നമ്മൾ ഈ ഓടിക്കളിക്കുമ്പോൾ ഈ കുഴിയിലേക്ക് തന്നെ വീഴും. കാരണം പുറകേന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല, ഈ മണൽ കൂമ്പാരം മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അതിൻ്റെ അടിയിലൊരു കുഴിയുണ്ട്. നമ്മൾ ആനയെ വാരിക്കുഴി വെച്ച് വീഴ്ത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആനയ്ക്ക് അറിയത്തില്ല ഇത് വാരിക്കുഴിയാണെന്ന്. ആന നോക്കുമ്പോൾ സാധാരണ പ്രകൃതി എങ്ങനെയാണോ, നോർമൽ പുല്ലും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. ആ പാവം അതിനകത്തോട്ട് കാലി ചവിട്ടും, അത് നേരെ എവിടേക്ക് വീഴും? വാരിക്കുഴിയിലേക്ക് വീഴും. ഇങ്ങനെ തന്ത്രപൂർവം, അതായത് നേരെ നോക്കുമ്പോൾ അത് എല്ലാം ഓക്കെയാണ്, നോർമലാണ്, ശരിയാണ് എന്ന് തോന്നുകയും എന്നാൽ അതിൻ്റെ അടിയിൽ ഒരു മറഞ്ഞിരിക്കുന്ന വാരിക്കുഴി ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ തന്ത്രപൂർവം ചതിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബ്രദറെ സാത്താൻ തന്ത്രപൂർവം ചതിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവവചനം വ്യക്തമായിട്ട് ഇത് എന്താണെന്ന്, ഹൗവയെ തന്ത്രപൂർവം ചതിച്ചു. എന്താണ് ഹൗവയെ തന്ത്രപൂർവ്വം ചതിച്ചത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ സാത്താൻ തന്ത്രപൂർവ്വം ചതിക്കുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി അതിന് 3-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങൾ കൂടെ വചനം എടുത്ത് പരിശോധിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ പല പ്രാവശ്യം എടുത്ത് സംസാരിച്ച വിഷയങ്ങളായിരിക്കാം, പക്ഷേ നമ്മൾ ആ വചനം ഗ്രഹിക്കുകയും അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ കൂടെ എടുത്ത് തുറന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ മരിക്കുകയില്ല. പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം നിങ്ങൾ മരിക്കത്തില്ല. അത് ഉറപ്പാണ് കൊടുക്കുന്നത്. അതായത് ദൈവം പറഞ്ഞു ആ പഴം ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. എന്നാൽ സാത്താൻ പറയുന്നു നിങ്ങൾ മരിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം. 2, നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ വ്യക്തമായിട്ട് വചനം പറയുന്നു, കണ്ണുകൾ തുറക്കും. അടുത്തത്, നന്മ തിന്മയെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. 4 പ്രധാനപ്പെട്ട വിഷയമാണ് സാത്താൻ ഇവിടെ അവൻ്റെ തന്ത്രമായി വെച്ചിരിക്കുന്നത്. 1, മരിക്കുകയില്ല. 2, കണ്ണുകൾ തുറക്കും. 3, നന്മ തിന്മയെക്കുറിച്ച് നിനക്ക് അറിയാൻ പറ്റും. 4, നീ ദൈവത്തെ പോലെയാകും. 4 പ്രധാനപ്പെട്ട വിഷയം. ഇതെല്ലാം സാത്താൻ പറയുമ്പോൾ ഒന്ന് നമുക്കൊരു മോഹം കയറും, എന്നാൽ ദൈവത്തെ പോലെ ആകാൻ പറ്റിയ അത് നല്ലൊരു കാര്യമാണല്ലോ. 2, നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റുക, അതൊരു നല്ല കാര്യം തന്നെയല്ലേ പൊതുവേ, അല്ലേ? നമ്മൾ കോമൺ ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാരിക്കുഴിയുടെ ഉദാഹരണം തന്നെ എടുക്കുക. ഒരുവൻ എന്നെ ചതിക്കാനിരിക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ എനിക്ക് ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ തിന്മയെ ഞാൻ തിരിച്ചറിയാൽ എനിക്ക് നല്ലതാണ്, എൻ്റെ ഭാവിക്ക് അത് നല്ലതാണ്. അപ്പം നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയേണ്ട ആവശ്യമാണല്ലോ എന്നൊരു ചിന്ത ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. കാരണം അത് ഈ നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയേണ്ടത് എല്ലാ ദൈവമക്കളുടെയും ആവശ്യമാണല്ലോ എന്ന് പൊതുവേ തോന്നാം. 2, കണ്ണ് തുറക്കും. അന്ധനാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? കണ്ണടഞ്ഞിരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ ഇതേ വാരിക്കുഴി തന്നെ വീഴും. അപ്പോൾ കണ്ണ് തുറക്കുന്നത് നല്ലതല്ലേ? ഇനി മരിക്കത്തില്ല എന്നും കൂടി പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ 4 വിഷയവും നമ്മളുടെ നോർമൽ കണ്ണുകൊണ്ട് പ്രതലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 4ഉം നന്മ തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കോണ്ടസ്റ്റിൽ നിന്നും ഈ കാര്യത്തെ 4നെയും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ വിഷയം, മരിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞത് എന്താ? നീ തിന്നുന്ന ദിവസം നീ മരിക്കും, തിന്നാൽ നീ മരിക്കും. അതായത് തിന്നുന്ന വരെ അല്ലെങ്കിൽ തിന്നില്ലെങ്കിൽ നീ മരിക്കത്തില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പം നീ മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ, ദൈവം പറഞ്ഞ
ആ പ്രബോധനത്തെ അപ്പാടെ അവൻ എന്ത് ചെയ്തു? തിരിച്ചു പറഞ്ഞു. അത് തെറ്റാണെന്നും ദൈവം പറഞ്ഞത് തെറ്റാണെന്നും താൻ പറയുന്നതാണ് ശരി എന്നും അവൻ സ്ഥാപിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വാക്കിനെ അവൻ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, കണ്ണ് തുറക്കും. നമ്മൾ നോക്കിയേ, യഥാർത്ഥത്തിൽ അവർ കണ്ണ് തുറന്നു അല്ലേ? അടുത്ത വാക്യം വായിച്ചപ്പോൾ അത് നല്ലതെന്ന് കണ്ട് അവളെടുത്ത് ഭക്ഷിക്കുകയും അവൾ നഗ്നയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതുവരെ അവൾക്ക് ആ തിരിച്ചറിവുണ്ടായില്ല. അപ്പോൾ കണ്ണ് തുറന്നു. അതും സാത്താൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ നുണയല്ല പറഞ്ഞ്, സാത്താൻ പറഞ്ഞത് ശരിയാ അല്ലേ? കണ്ണ് തുറന്നു. യഥാർത്ഥത്തിൽ അവർ അന്ന് വരെ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അവരുടെ ആത്മീയ കണ്ണുകൾ മാത്രമാണ് അവർക്ക് തുറന്നിരുന്നത്. പകരം ആ കണ്ണടയുകയും ഭൗതിക കണ്ണ് തുറക്കുകയും ചെയ്തു. 3ാമത്തെ പ്രശ്നമാണ് നമുക്ക് ഏറ്റവും ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള വിഷയം, നന്മ തിന്മകളെ തിരിച്ചറിയേണ്ടത്. അത് നല്ലതല്ലേ? അല്ലേ ആൻഡ്രു ബ്രദറെ? നല്ലതല്ലേ? ആൻഡ്രു ബ്രദർ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. ആൻഡ്രു ബ്രദറിനെ ഞാൻ ചതിക്കാൻ വരികയാണെന്ന് വെച്ചോ, പ്രാർത്ഥനയിൽ കൂടെ നിന്നിട്ട് കാലുവാരി അടിക്കാനുള്ളൊരു പരിപാടിയാണെന്ന് വെക്കുക. ഇത് തിരിച്ചറിയേണ്ടത് ആൻഡ്രു ബ്രദറിന് അത്യാവശ്യമല്ലേ? അല്ലേ? തിരിച്ചറിഞ്ഞെനിക്ക് എന്ത് പറ്റും? കൂടെ നിന്ന് കൂട്ടത്തിൽ കുത്തി എന്ന് പറയില്ലേ? അല്ലേ? അപ്പോൾ അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഇത് അറിയണ്ടേ? തിന്മയെ തിരിച്ചറിയണ്ടേ? ഓക്കെ. അപ്പോൾ ആദത്തിൻ്റെ കോണ്ടസ്റ്റിൽ ആ കാര്യം ഒന്ന് എടുത്ത് നോക്കുക. ആദത്തിന് അതുവരെ തിന്മ എന്താണെന്ന് അറിയില്ല അല്ലേ? തിന്മ എന്താണെന്ന് അറിയുമ്പോഴാണ് നന്മ തിന്മകളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ ആദത്തിന് നന്മയെക്കുറിച്ച് അറിയാം. അപ്പോൾ ആദത്തിന് നന്മയെക്കുറിച്ച് അറിയാം. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും, അവനത് നന്മയാണ്. അതുകൊണ്ട് ആ നന്മയെക്കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. തിന്മ എന്താണെന്ന് അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ UK എന്ന രാജ്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിതുവരെ പോയിട്ടില്ല. പക്ഷെ പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാനതിന് പൂർണ്ണമായി അറിയും അല്ലേ? UK എങ്ങനെയാണ്, അതിൻ്റെ കാലാവസ്ഥ എങ്ങനെയാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അമേരിക്ക എന്നൊരു രാജ്യത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായി ഇപ്പോൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ, പക്ഷേ എനിക്കത് അനുഭവിച്ച് അത് അറിയാൻ പറ്റും. ആദം നന്മയെയും തിന്മയെയും അറിയുക എന്ന് പറഞ്ഞാൽ ആദത്തിൻ്റെ മേൽ തിന്മ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നീ തിന്മയെ അറിയുന്നില്ലെങ്കിൽ, തിന്മ എന്താണെന്ന് നീ അറിയുന്നില്ലെങ്കിൽ തിന്മ നിന്നിലില്ല. തിന്മ എന്താണെന്ന് നീ മനസ്സിലാക്കുന്ന പോലും ഇല്ല, അല്ലെങ്കിൽ തിന്മ നിൻ്റെ മേലില്ല. ഇനി നന്മ തിന്മകളെക്കുറിച്ച് അറിഞ്ഞു എന്ന് വെച്ചാൽ അതുവരെ ആദത്തിനോ ഹവ്വയ്ക്കോ തിന്മ എന്താണെന്ന് അറിയില്ല. അതായത് അവരിൽ തിന്മയില്ലായിരുന്നു. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് അറിഞ്ഞു എന്ന് വെച്ചാൽ അവരിൽ തിന്മ പ്രവേശിച്ചു. സാത്താൻ അവരിൽ തിന്മയായി പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പം നന്മ തിന്മകളെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ദൈവ പൈതലിൽ അറിയേണ്ട യാതൊരുവിധ കാര്യമില്ല. കാരണം അവൻ നന്മയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ തിന്മ അവനിൽ പ്രവേശിക്കുകയും അവൻ തിന്മയുടെ അടിമയായി മാറുകയും ചെയ്തു. അപ്പോഴും സാത്താൻ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നും. എന്നാൽ ദൈവം എന്തുകൊണ്ടത് നോ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അത് ഈ ആശയത്തിലാണ് ദൈവം നോ എന്ന് പറഞ്ഞു. ഇനി ദൈവത്തെ പോലെയാകും, അതും ശരിയാ. കാരണം ദൈവം തന്നെ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം പറഞ്ഞു, അവർ നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് നമ്മെപ്പോലെ ഒരുവനായി. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് പാപം ചെയ്ത ഒരാളുണ്ട്. അതാരാണ്? ലൂസിഫറാണ്. ലൂസിഫർ പാപം ചെയ്തപ്പോൾ അത് തിരിച്ചറിഞ്ഞ ഒരാളുണ്ട്. അത് ക്രിസ്തുവാണ്, ദൈവമാണ്. ദൈവത്തിനറിയാം, കാരണം അവൻ സർവ്വവ്യാപിയും സൃഷ്ടാവും സർവശക്തനും സർവജ്ഞാനിയുമാകയാൽ അവന് നന്മയെയും തിന്മയെയും സാത്താൻ്റെ തിന്മയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അന്നുവരെ ആ തിന്മ എന്താണെന്ന് അറിയാത്തവനെ ആദത്തെ തിന്മയിലേക്ക് വലിച്ചിട്ടു. അപ്പോൾ ദൈവം തന്നെ പറയുകയാണ്, അവർ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നമ്മെപ്പോലെ ഒരുവനായി. ഇനി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നും കഴിച്ച് അവരെന്ത് ചെയ്യരുത്? അമർത്യനാകാൻ ഇടയാകരുത് എന്ന് പറഞ്ഞ് ദൈവം അതിനും ഒരു വേലി കെട്ടുക. അപ്പോഴും നമ്മൾ ചിന്തിക്കാം, അതും നല്ലതല്ലേ? മരണം അവരിൽ വന്നു കഴിഞ്ഞാൽ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് അവർ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ നിത്യജീവൻ പ്രാപിക്കുമല്ലോ, അതല്ലേ നല്ലത്? അവിടെയും ശരിക്കും പറഞ്ഞാൽ ദൈവം നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. കാരണം ഒരു ക്യാൻസർ രോഗി, തികഞ്ഞൊരു ക്യാൻസർ രോഗി, അല്ലെങ്കിൽ ഒരു ബോൺ മാരോ ക്യാൻസർ എന്ന് വെക്കുക, ഭയങ്കര പെയിനാണ് ശരീരത്തിൽ. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവം കണ്ടിട്ടുള്ളവർക്കും അറിയാം. ഭയങ്കര പെയിനാണ്. അപ്പം ഇങ്ങനെ ശാരീരികമായി പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി, പാപത്തിൻ്റെ ശമ്പളം അത് രോഗമായിട്ട് വരാം, മരണമായിട്ട് വരാം, അല്ലെങ്കിൽ കഷ്ടത, ഇങ്ങനെയുള്ള ശരീരത്തിൽ പീഡയായിട്ട് വരാം. അപ്പോൾ ഈ മേഖല വന്ന ഒരു വ്യക്തി അവൻ എന്നും ജീവിക്കുകയാണെന്ന് വെച്ചോ, മരണമില്ലാത്ത വ്യക്തിയായി അവൻ ജീവിക്കുകയാണെങ്കിൽ അത് നന്മയാണോ തിന്മയാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ആ ബൗണ്ടറി അത് കെട്ടിയടച്ചത്. കാരണം അവൻ അമർത്തിനാകരുത്, അവൻ മരണമില്ലാത്തവനാകരുത്. അങ്ങനെ നിന്നാൽ എല്ലാ കാലവും വേദന തിന്ന്
നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ചില രോഗികൾ ഭയങ്കര പെയിൻ അനുഭവിക്കുമ്പോൾ നമ്മൾ തന്നെ പറയും, ഒന്ന് മരിച്ചെങ്കിൽ മതിയായിരുന്നു. നമുക്ക് ആ വ്യക്തിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ വ്യക്തി അനുഭവിക്കുന്ന പെയിൻ കണ്ടിട്ട് നമ്മൾ പറയുന്നതാണ് ഇതിലും ഭേദം ഒന്ന് മരിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലത്തിലാണ് അവിടെ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് അവൻ പ്രവേശിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്ന വിഷയം, സാത്താൻ ഒരുവനെ തന്ത്രം കൊണ്ട് ചതിക്കുമ്പോൾ അവൻ ചെയ്യുന്ന വിഷയം എങ്ങനെയാണ്? പ്രകടമായി അതിലേക്ക് നോക്കുമ്പോൾ അതെല്ലാം നന്മയാണ്, ഒരു തെറ്റും ഉണ്ടാവില്ല. പക്ഷേ ദൈവിക ജ്ഞാനത്തിൽ അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകും, അതെല്ലാം തിന്മയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്ന് നമ്മൾ നേരത്തെ കണ്ടു, സാത്താൻ കുതന്ത്രം കൊണ്ട് കബളിപ്പിക്കുന്നത് ആരെയാണ്? ഒന്നാം ആദത്തിൻ്റെ ഭാര്യയായ ഹൗവയെ ചതിച്ചതുപോലെ രണ്ടാം ആദത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഭാര്യയായ സഭയെ, വിശ്വാസികളെയാണ് അവൻ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിഗ്രഹാരാധന. നമുക്കറിയാലോ അല്ലേ, നമ്മൾ അനേക ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ വിഗ്രഹാരാധനയിൽ പ്രധാനമായിട്ടും പറയുന്ന ന്യായീകരണം ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ ഒരു ആട്ടിടയൻ്റെ ചിത്രം വരയ്ക്കുന്നു, ഒരാടിനെ തോളത്തെ ഏറ്റിക്കൊണ്ടുപോകുന്ന ചിത്രം വരയ്ക്കുന്നു, അല്ലെങ്കിൽ കാൽവരിയിൽ കിടക്കുന്ന ക്രൂശിതനായ യേശുവിൻ്റെ ചിത്രം വരയ്ക്കുന്നു, രക്തമൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു ചിത്രം വരയ്ക്കുന്നു, അല്ലെങ്കിൽ കുരിശുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ചിത്രം, അവൻ്റെ ശരീരം ഉഴുവച്ചാൽ പോലെ ഉഴുതു കീറിയ ഒരു ചിത്രം ഒരു വ്യക്തി കാണുന്നു. ആ വ്യക്തിക്ക് സംസാരിക്കാൻ പാഠവുമില്ല, ചെവി കേൾക്കത്തില്ല, അതായത് ഊമനും ബധിരനുമാണ്. ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ നമുക്ക് സുവിശേഷം കൊടുക്കാൻ പറ്റും? ആ വ്യക്തിക്ക് സുവിശേഷം കൊടുക്കാൻ ഈ ചിത്രം കാണുമ്പോൾ അത് ക്രിസ്തുവാണെന്നും എനിക്ക് വേണ്ടി ക്രിസ്തു സഹിച്ചു എന്നും ഈ ചിത്രത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നന്മയല്ലേ? അങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കലാകാരൻ്റെ കലാസൃഷ്ടി, അത് നന്മയായിട്ടല്ലേ വരുന്നുള്ളൂ? അവൻ്റെ മുൻപിൽ നമ്മൾ താണു വണങ്ങുന്നത് അത് നന്മയായിട്ടല്ലേ വരുന്നുള്ളൂ എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിൽ ഇന്ന് സ്ഥിരം വരുന്നൊരു ചോദ്യമാണ്. നമ്മൾ നോക്കുമ്പോൾ പ്രകടമായി ഇന്ന് ക്രിസ്ത്യാനികളെ അനേകരെ വഞ്ചിച്ചിരിക്കുന്ന ഒരു വലിയ തിന്മയാണ് ഈ വിഗ്രഹാരാധന. അതിന് അവർ പ്രധാനമായി എടുക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ ഈ ന്യായീകരണം ഈ മേഖലകളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നതിന് മുൻപ്, അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നടത്തുന്നതിന് മുൻപ്, നിയമവും പ്രവാചകന്മാരുമായിരുന്ന പഴയ നിയമത്തിൽ ദൈവത്തിന് ഈ തോന്നലുണ്ടായിരുന്നില്ല. അവിടെയുണ്ടല്ലോ മൂകരായിട്ടുള്ള ആളുകൾ, അവരെയുണ്ടല്ലോ ബധിരരായിട്ടുള്ള ആളുകൾ. അപ്പോൾ കർത്താവ് ശരിക്കും യഹോവ സത്യദൈവം, ഇന്നത്തെ ഈ മനുഷ്യൻ്റെ ഈ മനോഭാവം ദൈവത്തിനുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യണമായിരുന്നു? പഴയ നിയമത്തിൽ മോശയോട് പറയണം, മോശെ നീ വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഇനി ബധിരനും മൂകനുമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണിക്കാൻ നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വിഗ്രഹം വേണമെങ്കിൽ ഉണ്ടാക്കാം, അവരെ കാണിക്കാൻ എന്ന് മോശയോട് ദൈവം പറയണ്ടേ? അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാരോട് ദൈവം പറയണ്ടേ? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കണ്ടേ? ഈ പറയുന്ന അഭ്യസ്തവിദ്യരല്ലാത്ത, വിശ്വാസം പോലുമില്ലാത്ത, പ്രാകൃതമായ ഗോത്ര പശ്ചാത്തലത്തിൽ പോയിരുന്ന, ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ആ ജനം, അവരോട് ദൈവം പറഞ്ഞത് വിഗ്രഹമൊന്നും ഉണ്ടാക്കരുത് എന്നാണ്. അവരോട് കാണിക്കാത്ത ഒരു കരുണ എങ്ങനെയായിരിക്കും ദൈവം പുതിയ നിയമസഭയോട് കാണിക്കുന്നത്? ഒന്നാമത്തെ വിഷയം. രണ്ട്, ഇനി പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലും പ്രവർത്തിച്ചിരുന്നില്ല, പ്രവാചകരിലൂടെ പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസരിലൂടെയാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലാവട്ടെ നേരെ വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇൻഡിവിജ്വൽ ഓരോ പേഴ്സണിലേക്കും പ്രവേശിച്ച് അവനെ വിശ്വാസിയാക്കുന്നു. അപ്പോൾ ഒരുവൻ ബധിരനും മൂകനുമാണെന്നിരിക്കെ അവൻ ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ല, അവനൊരു ചിത്രം സഹായമായി വരേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്, അവൻ പ്രവർത്തിക്കും. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ്, ചിത്രത്തിലൂടെ മാത്രമാണ് അവർക്ക് ക്രിസ്തുവിനെ അറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് ന്യായീകരണം പറഞ്ഞാൽ അവർ പറയുന്നത് പരിശുദ്ധാത്മാവിന് ശക്തിയില്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലും പ്രവർത്തിക്കുന്നില്ല, ദൈവം വെറും വിഗ്രഹം മാത്രമാണ്, ദൈവത്തിന് ശക്തിയില്ല എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ആ പറയുന്ന പ്രബോധനം നടത്തുന്നത് സാത്താൻ തന്ത്രശാലിയായതുകൊണ്ട് അവൻ്റെ അവൻ്റെ തന്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രണ്ട്, ഇനി വിഗ്രഹാരാധന ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് നമ്മളത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. രണ്ടാമത്തെ ഒരു വിഷയം കൃപാസനം, നമുക്കറിയാവുന്നൊരു വിഷയം തന്നെയാണ്, അതിലൂടെ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കറിയാം ഉടമ്പടി, ഈ എപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാരിക്കുഴി തീർക്കുന്ന പോലെയാണ് സാത്താൻ്റെ എല്ലാ കുതന്ത്രങ്ങളും തീർക്കുക. അവിടെ ഉണ്ടാവും കുർബാന, അവിടെ ഉണ്ടാവും വചനം, അവിടെ ഉണ്ടാവും ആരാധന,
അവിടെ ഉണ്ടാവും മാനസാന്തരം, അവിടെ ഉണ്ടാവും അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം അവിടെ ഒരു കുതന്ത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ക്രിസ്തുവുമായി വിശുദ്ധ കുർബാനയിലൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഉടമ്പടി അതിൽ നിന്നും പറിച്ചു മാറ്റി മറ്റൊരു വ്യക്തിയുമായി, മാതാവ് ഒരു മനുഷ്യ വ്യക്തിയുമായി ഒരു ഉടമ്പടി വെച്ചു. അത് മതി. വലിയ കാര്യമായിട്ടുള്ള ദീർഘമായിട്ടുള്ളൊരു പ്രശ്നമൊന്നും വേണ്ട. ഈ ഒരൊറ്റ കാര്യം മതി. കുതന്ത്രത്തിൽ ഹവ്വയെ ചതിച്ചതുപോലെ തന്നെ ഇന്ന് പുതിയ നിയമസഭയാകുന്ന ഈ വിശ്വാസ മണവാട്ടി സഭയെ ചതിക്കുവാൻ മറ്റൊരു കുതന്ത്രവും വേണ്ട. ഈ ഒരൊറ്റ ചെറിയ കുതന്ത്രം മതി. അതാണ് ഇന്ന് കാണുന്ന ഉടമ്പടി എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഓണാഘോഷത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളൊരു അനേകമായിട്ട് സംസാരിച്ച വിഷയമാണ്. നമുക്കതിൻ്റെ നന്മയും തിന്മയൊക്കെ അറിയാം. നമ്മൾ പ്രകടമായി നോക്കുമ്പോൾ കുറച്ച് സന്തോഷത്തിന്, കുറച്ച് ആഘോഷത്തിന്, നല്ലതിന്, മതസൗഹാർദ്ദത്തിന്, നന്മയുടെ പ്രതീകം, വിളവെടുപ്പ് ഉത്സവം, ഇങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മൾ നന്മയുടെ പ്രതീകം വയ്ക്കും. പക്ഷേ അതിൻ്റെയൊക്കെ പുറകിൽ ആരുണ്ട്? അസുരനായ സാത്താനായ അവൻ്റെ കുതന്ത്രമുണ്ട് എന്നുള്ളത് വിശ്വാസ സമൂഹത്തിനറിയാം. ഇനി അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എംബർ എമ്മാനുവൽ പോലുള്ള കൾട്ട് സഭകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതും അങ്ങനെ തന്നെയാണ്. യേശു ഈ ഭൂമിയിൽ വരുന്നു, അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം യേശു രണ്ടാമത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വചനമുണ്ട്, മാതാവുണ്ട്, ഈ പറഞ്ഞ എല്ലാ വിഷയവുമുണ്ട്. പക്ഷേ കാൽവരി ക്രൂശിലെ രക്ഷ പൂർണ്ണമല്ല എന്നുള്ളതാണ് എംബർ പഠിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സാത്താൻ്റെ കുതന്ത്രം. അതാണ് അവനവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സമൂഹമാണ്. നമുക്കറിയാം, അബ്രഹാം മുതൽ അന്ന് വരെ ഉണ്ടായിരുന്ന വിജാതീയ ദൈവങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് ഏക ദൈവത്തിലേക്കുള്ള ഒരു വിശ്വാസം, ഏക സത്യദൈവമായി യാഹ്വയിലേക്കുള്ള വിശ്വാസത്തിലേക്ക് ആര് വന്നു? വിശ്വാസ സഭ വന്നു. പഴയ നിയമ ഇസ്രായേൽ സമൂഹം വന്നു. അപ്പോൾ ഏകദൈവ വിശ്വാസം അവിടെ തുടങ്ങി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരിക. അവിടെയൊന്നും സാത്താൻ വലിയ കാര്യങ്ങളൊന്നും അവൻ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ യേശു ക്രിസ്തു വന്നു, കാൽവരി ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, സാത്താൻ്റെ കുതന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുത്തി മരിച്ചവർക്കുള്ള ഉയർപ്പ് വിശ്വാസത്തിലൂടെ അവൻ ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ 6-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ഇതാ സൈഡിൽ കൂടെ മറ്റൊരു ഏകദൈവ വിശ്വാസം വരിക. മറ്റൊരു ഏകദൈവ വിശ്വാസം പെട്ടെന്ന് അറേബ്യൻ നാടുകളിലൂടെ ഒരു ഏകദൈവ വിശ്വാസം വരിക. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളെ മുമ്പിൽ വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം ട്രിനിറ്റി അല്ലേ? നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ട്രിനിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുക, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രിനിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുക. അപ്പോൾ നമ്മൾ പറയും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഏകദൈവം, ഏകദൈവം. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ മൂന്ന് സത്തയാണ് നമ്മൾ കാണുന്നതെങ്കിലും, മൂന്ന് സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിലും, ഒരൊറ്റ സത്ത, ഒരൊറ്റ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഏകദൈവമാണെന്ന് നമ്മൾ പറയും. കേൾക്കുന്നവന് പെട്ടെന്ന് അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കത്തില്ല. അവിടെയാണ് സാത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ കുതന്ത്രം കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഞങ്ങളാണ് ഏക ദൈവ ആരാധന നടത്തുന്നത്, ഞങ്ങളാണ് ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്നു വരും. അതായത് ട്രിനിറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എത്ര പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും 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 ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ ആരാണ് ദൈവം? പിതാവാണ് ദൈവം? അല്ലെ പുത്രനാണ് ദൈവം? അതെ പരിശുദ്ധാത്മാവാണ് ദൈവം? ഇനി പിതാവ് ദൈവമാണെങ്കിൽ പുത്രൻ എങ്ങനെ ദൈവം? പുത്രൻ ദൈവമാണെങ്കിൽ പരിശുദ്ധാത്മ? ഇങ്ങനെ ചോദ്യങ്ങൾ ആയിരക്കണക്കിന് നമ്മുടെ ഇടയിലേക്ക് വരും. എന്നാൽ ഈ പറയുന്ന ഏകദൈവം എന്ന് പറയുന്ന ഈ ഒരു വിശ്വാസം പറയുമ്പോൾ പ്രകടമായി നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഞങ്ങളോട് ശ്രദ്ധിച്ചോ, അവിടെ മറയ്ക്കപ്പെടുന്നൊരു സത്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ രക്ഷയായ യേശുവിൻ്റെ കാൽവരി ക്രൂശ് അവർ മറയ്ക്കും. ക്രൂശിലെ രക്ഷയെ അവർ തള്ളിക്കളയും. യേശുവിൻ്റെ രക്ഷയെ പൂർണ്ണമായി അവർ അവഗണിക്കും. അങ്ങനെ ഒരു രക്ഷയുണ്ടെന്ന് വിശ്വസിക്കാനോ സമ്മതിക്കാനോ അവർ സമ്മതിക്കത്തില്ല. അവർ അതിനെ മാത്രം മാറ്റിക്കളയും. ബാക്കിയൊക്കെ അവരെടുക്കും. പ്രവാചകന്മാർ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. പഴയ നിയമ എല്ലാ ടീമുകളും അവിടെയുണ്ട്, ഇവിടെയുണ്ട്. യേശു നോക്കി യേശു ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, പ്രവാചകന്മാരും ഉണ്ട്, ഈ പറഞ്ഞ എല്ലാ നന്മയും ഉണ്ട് അവിടെ. ഇനി സക്കാത്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്, അങ്ങനെ നന്മ ചെയ്യുന്ന പരിപാടികളുണ്ട്. ഇനി നമ്മളിപ്പോൾ യഹൂദൻ്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭക്ഷണ രീതികളൊക്കെ ഉണ്ട്, ഭക്ഷണ വിശുദ്ധിയുണ്ട്, അതും ഇവിടെയുണ്ട്. ഈ പറയുന്ന എല്ലാ പരിപാടികളും അവിടെ പരിച്ഛേദനമുണ്ട്, ഇവിടെയുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. നോക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി മദ്യം പോലും ഞങ്ങൾക്കില്ല, മദ്യം ഞങ്ങൾക്ക് ഹറാമാണ്, ഇതെല്ലാം ഞങ്ങൾ പറയും. പക്ഷേ ഏറ്റവും ശക്തമായി സാത്താൻ അവിടെ മറച്ചു വെക്കുന്ന കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ രക്ഷയാണ്. ഏറ്റവും പ്രഘോഷിക്കപ്പെടേണ്ട സത്യം ഏകദൈവം എന്ന് പറഞ്ഞൊരു പേരിൽ യേശുവിൻ്റെ കാൽവരി ക്രൂശിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തിന്മ മുൻപിൽ വയ്ക്കും. അപ്പോഴും അവൻ്റെ കുതന്ത്രമാണ് വിശ്വാസികളെ നശിപ്പിക്കുന്നത്. അനേക പേർ അതിലേക്കും പോയി പോകും. ഇനി മറ്റൊരു കാര്യമാണ് യഹോവ സാക്ഷി. നമുക്കറിയാം
അവരും ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കത്തില്ല, യേശുവിനെ മാറ്റിയിരുത്തും. അവിടെ തന്നെ രക്ഷയുടെ പൂർണ്ണത അവിടെ മറഞ്ഞിരിക്കും. മറ്റൊരു ടീമാണ് ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പുതിയ സുവിശേഷം പറയുന്ന ചില മിനിസ്ട്രികൾ. അതായത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന സുവിശേഷം വേറെ, യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷം വേറെ. രണ്ടും രണ്ടാണ്. അതായത് സുവിശേഷത്തിൽ അപ്പസ്തോലന്മാർ 12 പേരും പറഞ്ഞ സുവിശേഷം അത് യഹൂദർക്കുള്ളതാണ്, മറ്റത് വിജാതീയർക്കുള്ള രക്ഷ അത് പൗലോസ് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാലത്ത് വന്ന ഒരു പുതിയ സുവിശേഷം അവരും പഠിപ്പിക്കുമ്പോൾ അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു സാത്താൻ്റെ കുതന്ത്രം നമുക്ക് മനസ്സിലാകും. ഒന്ന്, വിശുദ്ധ കുർബാന പോലെയുള്ള ശ്രേഷ്ഠമായ നിത്യജീവൻ ആവശ്യമായ യേശുവിൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യം അത് ഞങ്ങൾക്കുള്ളതല്ല, അത് യഹൂദർക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞ്, യഹൂദരാണെങ്കിൽ വിശ്വാസത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്നും ആ യഹൂദ സമൂഹം അങ്ങനെ പോകുന്നു, യേശുവിനെ അംഗീകരിക്കാത്തവർക്കാണെന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തുകയും, ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ വിജാതീയന് മറ്റൊരു രക്ഷയാണെന്ന് പറഞ്ഞ് ഇതിനെ വേർതിരിക്കും. അവിടെയും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ ശരീര രക്തങ്ങളെ മാറ്റിവെക്കും സാത്താൻ. ഇങ്ങനെ എല്ലാ തലത്തിലും ഒരു കുതന്ത്രം ഉപയോഗിച്ചാണ് ഹവ്വയെ ചതിച്ചതുപോലെ ഇന്നും വിശ്വാസികളെ ചതിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ നമ്മൾ 2 കൊരിന്ത്യസ് അതിൻ്റെ ആദ്യം നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരല്ലല്ലോ, അറിവുള്ളവരാണല്ലോ എന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് ഈ പറഞ്ഞ എല്ലാ തിയറിയിലും തിയോളജിയിലും വീണ് കിടക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. സാത്താൻ്റെ കുതന്ത്രം അറിയാത്തവരാണ് കൂടുതൽ, അവൻ്റെ തന്ത്രം അറിയുന്നവർ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അവരിൽ കുറേ പേര് ഈ സൂമിലുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? അത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും ഈ കുതന്ത്രത്തിലൊന്നും പെട്ടിട്ടില്ലല്ലോ ബ്രദറെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്. എന്തായാലും ആ സന്തോഷം കുറച്ച് നിമിഷത്തേക്കേ ഉള്ളൂ എന്നെനിക്കൊരു സംശയമുണ്ട്. നമ്മൾ 1-2 വചനം കൂടി ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളും പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു സംശയം തോന്നും. 2 കൊരിന്തോസ് അതിൻ്റെ 11-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്തോസ് 11-ാം അധ്യായം 13-14 വാക്യം. അത്തരക്കാർ കപടനാട്ടുകാരായ അപ്പോസ്തലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. അതിന്റെ മുൻപിലത്തെ വാക്യം വേണ്ടി വായിക്കാമോ? 11 മുതൽ വായിച്ചോ. 2 കൊരിന്തോസ് 11 മുതൽ വായിച്ചോ. എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടോ അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപു പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും. ഇവിടെ സഭയുടെ ഉള്ളിൽ തന്നെ വലിയ പ്രതിസന്ധി. നമ്മൾ വിചാരിക്കും ഈ സഭയുടെ ഉള്ളിൽ ഒരു പ്രശ്നം വരുന്നത് ഇത് ആദ്യമായിട്ട് എവിടെയോ കാണാൻ പോകുന്നൊരു കാര്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കും അല്ലെങ്കിൽ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. 1-ാമത്തെ നൂറ്റാണ്ടിൽ അപ്പസ്തോലിക സഭയിൽ തന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തെയാണ് അപ്പസ്തോലൻ ഇവിടെ എടുത്തു വെക്കുന്നത്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ. 11 മുതൽ ഒന്നുകൂടി വായിച്ചോ. എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം. ഞാനിപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അതായത് പൗലോസ് അപ്പസ്തോലൻ അവിടെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു കാര്യം, കപട അപ്പസ്തോലന്മാർ ആരെന്നും അവിടെ ദൈവസഭയെ വഞ്ചിച്ചവരാരെന്നും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അപ്പസ്തോലൻ അവിടെ ചെയ്തു വെക്കുന്ന പ്രവൃത്തി. അതായത് നമ്മളവിടെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ച അല്പം പോഷത്വം സംസാരിക്കുന്നത്, നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വഞ്ചിക്കുന്ന ചില കപട അപ്പസ്തോലന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജ വേഷം ധരിച്ചവരുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, അപ്പസ്തോലൻ 2-3 കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന്, യേശു തന്നെ പറയുന്നുണ്ട്, ഒരു നിമിഷം എന്നെ ഏറ്റുപറയുകയും അടുത്ത നിമിഷം എന്നെ തള്ളിപ്പറയുകയും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കപട അപ്പസ്തോലൻ അവൻ എപ്പോഴും സുവിശേഷത്തെ വളച്ചു മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. സത്യസുവിശേഷം ഒരുവൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും മറഞ്ഞിരുന്ന് തിന്മ ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഒരിക്കലും കപടപ്പസ്തോലനല്ല. സത്യസുവിശേഷം ആര് പ്രസംഗിക്കുന്നുണ്ടോ അവരുടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് ആ മിനിസ്ട്രിയിലും ആ സഭയിലും അവരിലൂടെയും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അത് അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും, എല്ലാം ചെയ്യും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ബ്രദറെ, കൃപാസനത്തിലും സത്യസുവിശേഷം അല്ലല്ലോ പറയുന്നത്, അവിടെയും അത്ഭുതമുണ്ടല്ലോ എന്ന് നമുക്കൊരു ചിന്ത വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. കപട അപ്പസ്തോലന്മാരാണെങ്കിൽ അവർ ആദ്യം ചെയ്യുന്ന കാര്യം
തങ്ങൾ പഠിപ്പിക്കുന്ന സുവിശേഷത്തിൽ മായം കലർത്തും. തങ്ങൾ പഠിപ്പിക്കുന്ന സുവിശേഷത്തിൽ മായം കലർത്തുന്നവർ അവരുടെ പ്രവൃത്തിയിലും കപടതയുണ്ടാകും. അവർ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതായത് നമുക്കൊരാളെ മനസ്സിലാക്കാൻ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ വ്യക്തി പ്രഘോഷിക്കുന്ന സുവിശേഷം സത്യമോ തെറ്റോ മിഥ്യയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഒരു സുവിശേഷകനെ നമ്മൾ നോക്കുമ്പോൾ ദൈവവചന പ്രകാരമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ സത്യം ഉണ്ടാകും. ആ സത്യസുവിശേഷം ആ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാകും. നമുക്ക് യാതൊരു വിധത്തിലും അവിടെ തിന്മ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി തിന്മ, അതായത് ഒരു കള്ളുകുടിയനാണ് സുവിശേഷം പ്രസംഗിക്കണമെന്ന് വയ്ക്കാം. അവൻ ഒരിക്കലും പ്രസംഗിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല. കള്ളു കുടിക്കുന്നത് പാപമാണ്, നരകത്തിൽ പോകും എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് യേശുവ സാക്ഷ്യപ്പെടുത്തിയത് ഒരുവന് എന്നെക്കുറിച്ച് നന്മ പറയുകയും തൊട്ടടുത്ത നിമിഷം തിന്മ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ തിന്മ ചെയ്യാനും പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അവർ എൻ്റെ പക്ഷത്താണെന്ന് യേശുവ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു വ്യക്തി പറയുകയാണ് വ്യഭിചാരി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് ദൈവവചനത്തിൽ പഠിപ്പിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പോയി വ്യഭിചാരം ചെയ്യാൻ പറ്റത്തില്ല. ഒരു വ്യക്തി തിന്മ പഠിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവന് പോയി തിന്മ പ്രവർത്തിക്കാൻ പറ്റും? യാതൊരു പറ്റൂല. അവൻ പഠിപ്പിക്കുന്ന സുവിശേഷം വ്യാജമല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയും വ്യാജമാകില്ല ഒരിക്കലും. കാരണം അതിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും. ഒരു സുവിശേഷകനെ ആദ്യം സാത്താൻ വീഴ്ത്തുന്നത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ പറയുന്ന സുവിശേഷത്തെ വഴിതെറ്റിക്കുക. അതായിരിക്കും അവൻ ആദ്യം ചെയ്യുന്നത്. അവൻ പറയുന്ന സുവിശേഷം വഴിതെറ്റിയിട്ടുണ്ടോ, അത് ക്രമേണ ആ വ്യക്തി വഴിതെറ്റിയിരിക്കും. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. നമ്മൾ പലപ്പോഴും പല വ്യക്തികളും സുവിശേഷം പ്രസംഗിച്ചത് നമ്മൾ സമൂഹത്തിൻ്റെ മുൻപിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തെറ്റായ സുവിശേഷം പ്രസംഗിച്ചത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എൻ്റെ യൂട്യൂബ് ചാനലിലും കാണാം. ജീസസ് വിഷൻ്റെ പല ക്ലാസ്സുകളിലും പലരും പഠിപ്പിച്ച തെറ്റായ പ്രബോധനങ്ങളെ പേരെടുത്ത് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പേര് പറയുകയാണെങ്കിൽ ഷിബു പിടിയേക്കൽ എന്ന് പറയുന്ന പേര് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് തെറ്റായ പ്രബോധനമാണ് ഇദ്ദേഹം നടത്തുന്നതെന്ന് പേരെടുത്ത് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തോന്നും, നിങ്ങളെന്തിനാ ബ്രദറെ അവരുടെ കുറ്റം പറയുന്നത്, നിങ്ങളെന്തിനാ അവരുടെ തിന്മ പറയുന്നത് എന്ന് നമ്മളോട് ചോദിക്കാം. നമ്മൾ ഇന്ന് വരെ ആ വ്യക്തിയുടെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെക്കുറിച്ചോ ഇന്ന് വരെ നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രബോധനപരമായി തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തെ വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ, ആ വളച്ചൊടിക്കലിനെ നമ്മൾ എന്ത് ചെയ്യും? ചൂണ്ടിക്കാണിക്കും. ഇദ്ദേഹം വളച്ചൊടിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അത് അപ്പസ്തോലികമാണോ എന്നൊരു ചോദ്യം നമുക്ക് നമ്മുടെ മുമ്പിൽ വരാം. ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കുന്ന വിഷയം ഇതാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ പ്രബോധനത്തിൽ മായം കലർത്തിയാൽ ഉറപ്പ് വിചാരിച്ചോ പടിപടിയായി ആ വ്യക്തി വീണിരിക്കും. എന്നാൽ പ്രബോധനത്തിൽ മായം കലർത്താതെ സത്യസുവിശേഷമാണ്, ദൈവവചനം അതുപോലെ തന്നെയാണ്, മായമില്ലാതെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, പ്രബോധനം നടത്തുന്നതെങ്കിൽ ആ വ്യക്തിക്ക് പാപത്തിൽ വീഴുക എന്ന് പറയുന്ന അസാധ്യമാണ്. ദൈവം അവനെ സംരക്ഷിച്ചിരിക്കും. ദൈവം ആ ദൈവദാസനെ മുന്നോട്ട് നടത്തിയിരിക്കും. പാപത്തിൽ വീഴാതെ ദൈവം അവനെ സംരക്ഷിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. അത് പൗലോസ് അപ്പോസ്തലൻ അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോ, ഇപ്പം നമ്മൾ വായിച്ച 13ഉം 14ഉം വാക്യങ്ങൾ പറയുന്നു, അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്ന്, അവർ നടത്തുന്നത് കപടനാട്യമാണ്, അതായത് അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. രണ്ട്, അവർ ചെയ്യുന്നത് അടുത്ത കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും. അതായത് അവൻ്റെ സുവിശേഷ വേലയിലും അവൻ എന്ത് ചെയ്യും? ഈ വഞ്ചന നടത്തും. ഈ രണ്ട് വാക്യം ഒരുമിച്ച് പറയുന്നത്. ഒന്ന്, പ്രവൃത്തിയിൽ കപടതയുണ്ടാകും. രണ്ട്, പറയുന്ന സുവിശേഷത്തിൽ വഞ്ചനയുണ്ടാകും. ഒരിക്കലും ഇത് വേർതിരിച്ച് അവർക്ക് പോകാൻ പറ്റത്തില്ല. അവൻ പ്രവൃത്തിയിൽ പാപിയാണെങ്കിൽ അവൻ പറയുന്ന സുവിശേഷത്തിലും വഴിതെറ്റിയിരിക്കും. യഥാർത്ഥ സത്യസുവിശേഷം ഒരു വ്യക്തി പറയത്തില്ല, അവൻ്റെ നാവിനെ സാത്താൻ ഉപയോഗിച്ചിരിക്കും. അതാണ് കപട അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞ് താഴോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ 1 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി നമുക്കവിടെ വെളിപ്പെട്ട് കിട്ടും. 1 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായം 20-ാം വാക്യം അതുകൂടി ഒന്ന് വായിക്കാം. ഹ്യൂമനയോസും അലക്സാണ്ടറും അക്കൂട്ടത്തിൽ പെടുന്നു. അവർ ദൈവദൂഷണത്തിൽ നിന്ന് പിന്മാറേണ്ടതിന് ഞാൻ അവരെ സാത്താന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ വ്യക്തമായി
വ്യക്തമായി പേരെടുത്ത് പറയുകയാണ് രണ്ടുപേരുടെ. ആരുടെയൊക്കെയാ? ഹ്യൂമനയോസും അലക്സാണ്ടറും. ഇവരാരാണ് എന്ന് പറഞ്ഞിട്ട്, ഇവർ ദൈവദൂഷണം പറയുന്ന, ദൈവവചനത്തെ തിരസ്കരിക്കുന്ന. അത് 18-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ വ്യക്തമായിട്ട്, എൻ്റെ മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പ്രവചനങ്ങൾക്കനുസൃതം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നീ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയും. ചില ആളുകൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് പറയുകയാണ്. ആരൊക്കെയാണത്? ഹ്യൂമനയോസും അലക്സാണ്ടറും. പൗലോസ് അപ്പോസ്തലൻ പേരെടുത്ത് പറയുന്നത് വളരെ വളരെ ശ്രദ്ധിച്ചു മാത്രമേ പേരെടുത്ത് പറയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോസ്തലൻ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ പേരെടുത്ത് പറയുന്നേ ഇല്ല. അതായത് സഭയിൽ ഇന്ന വ്യക്തി പാപം ചെയ്തു, ഇപ്പോഴും അവൻ സഭയിൽ ഇരിക്കുന്നു, അവനെ പുറന്തള്ളണം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ആ വ്യക്തിയുടെ പേര് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അപ്പസ്തോലിൻ്റെ ചെവിയിൽ അത് കേൾക്കാഞ്ഞിട്ടല്ല, അത് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പസ്തോലൻ ആ പേരെടുത്ത് പറയുന്നില്ല. കാരണം അത് അവൻ്റെ പേഴ്സണൽ പാപമാണ്, അത് അവനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഓക്കെ, അത് പൗലോസ് അപ്പസ്തോലൻ മാറ്റിവെക്കുക. പക്ഷേ ദൈവവചനത്തെ വളച്ചൊടിക്കുന്ന, ദൈവവചനത്തിൻ്റെ സത്യത്തെ ഇല്ലാതാക്കുന്ന ഹ്യൂമനയോസിനെ കുറിച്ചും അലക്സാണ്ടറിനെ കുറിച്ചും ലേഖനത്തിൽ പേര് എഴുതി വെച്ചുകൊണ്ടാണ് സഭയോട് പറയുന്നത്, നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ഹ്യൂമനയോസും അലക്സാണ്ടറും നിങ്ങളെ ചതിക്കും, നിങ്ങളെ വഞ്ചിക്കും. അത് പേരെടുത്ത് തന്നെ പറയുക. അപ്പസ്തോലന് ആരെയും കുറ്റം പറയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, ആരോടും വൈരാഗ്യമുണ്ടായിട്ടല്ല. സഭയെ രക്ഷിക്കേണ്ടതിന് അതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങളെന്തിനാ ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ സത്യസുവിശേഷത്തിന് വിരുദ്ധമായി, ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം യേശുവിനെ പാതാളത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, യേശുവിൻ്റെ സോളിനെ പാതാളത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഇത് ഇന്ന ആളിങ്ങനെ പറഞ്ഞത് തെറ്റാണ്, അത് ദൈവവചന പ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ വ്യക്തമായിട്ട് ക്ലാസ് ഇട്ടു. എന്തിനാണ് നമ്മൾ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് വെച്ച് ക്ലാസ് ഇട്ടത്? നിങ്ങളെന്തിനാണ് യൂട്യൂബിൽ ക്ലാസ് ചെയ്തത്? പലരും നമ്മളോട് ചോദിച്ച വിഷയമാണത്. നിങ്ങളെന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്താണ് ജീസസ് മിഷൻ ഇങ്ങനെ ഒരു മാർഗം ഞങ്ങൾ പിന്തുടരുന്നത്? ഒറ്റ കാര്യമുള്ളൂ, പൗലോസ് അപ്പോസ്തലൻ ചെയ്ത അതേ മാർഗം ഞങ്ങൾ പിന്തുടരും. ദൈവജനത്തെ വഞ്ചിക്കുന്ന ഏതൊരു വ്യക്തിയെയും പേരെടുത്ത് വെച്ച് തന്നെ പ്രസംഗിക്കും, ഒരു മാറ്റവും ഇല്ല. അദ്ദേഹം പഠിപ്പിക്കുന്ന തെറ്റായ പ്രബോധനത്തെ പേരെടുത്തു വെച്ച് തന്നെ പറയും. അതിനകത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഇത് അപ്പോസ്തലൻ ചെയ്ത പ്രവൃത്തിയാണ്, പൗലോസ് ചെയ്ത പ്രവൃത്തിയാണ്. വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞു. 2 തിമോത്തിയോസ് അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യം കൂടി വായിച്ചാൽ അത് അപ്പോസ്തലൻ വീണ്ടും പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 തിമോത്തി 1:20 നമ്മളത് വായിച്ചു. 2 തിമോത്തി അതിൻ്റെ 4-ാം അധ്യായം 14-ഉം 15-ഉം അതുകൂടി വായിക്കാം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു, കർത്താവ് അവന്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകും. എന്നെ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ വലിയ ദ്രോഹം ചെയ്തു. തൻ്റെ സുവിശേഷത്തിനെതിരെ, നമ്മൾ പഠിപ്പിക്കുന്ന സുവിശേഷത്തിനെതിരെ. ആ വാക്യം ഒന്നുകൂടി വായിച്ചു മോനെ. 2 തിമോത്തി 4-ാം അധ്യായം 14-ഉം 15-ഉം വാക്യം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു, കർത്താവ് അവന്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകും. നീയും അവനെ കുറിച്ച് കരുതലോടെ ഇരിക്കണം. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകും, നീയും അവന്റെ പ്രവൃത്തികളെ ശ്രദ്ധിക്കണം. അടുത്തൊന്ന് വായിച്ചോ. കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവ്വം എതിർത്തവനാണ്. നമ്മുടെ വാക്കുകളെ, സത്യവേദ പുസ്തകത്തിലാണെങ്കിൽ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നവൻ, നമ്മളുടെ സുവിശേഷത്തെ എതിർത്ത് നിന്നവൻ, അപ്പസ്തോലൻ പഠിപ്പിച്ച പ്രബോധനത്തെ വളച്ചൊടിച്ചവൻ, സുവിശേഷത്തെ കോട്ടിക്കളഞ്ഞവൻ. ഇതാണ് നമ്മൾ സത്യവേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നവൻ, അതായത് സത്യം പഠിപ്പിക്കുന്നതിനെ എതിർക്കുന്നവൻ. ഇപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. യേശു സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹമാണെന്ന് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ യേശു സ്നേഹമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റൊരുവൻ വന്ന് പഠിപ്പിക്കുകയാണ്, നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അടിക്കണം എന്ന് ഒരുത്തൻ പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ സുവിശേഷകനാണോ? അല്ലേ? അവനോട് പ്രതികാരം തീർക്കണം എന്നൊരുവൻ പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ സുവിശേഷകനാണോ? അല്ലേ? നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രഘോഷിക്കുന്ന സുവിശേഷകനാണോ? അല്ലയോ? നമ്മൾ പരിശോധിച്ച് നോക്കുക. പ്രാർത്ഥനയ്ക്കെതിരെ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കെതിരെ, സുവിശേഷത്തിനെതിരെ, അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹം ആണ് ഒരു വ്യക്തി പഠിപ്പിക്കുന്നതെങ്കിൽ അത് സത്യസുവിശേഷമാണ്. അപ്പോൾ സത്യസുവിശേഷം പഠിപ്പിക്കുമ്പോൾ ക്ഷമിക്കാനായിരിക്കും അവൾ പഠിപ്പിക്കുക. എന്നാൽ
സുവിശേഷത്തെ വളച്ചൊടിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു വചനത്തെ എടുത്തു കൊണ്ടുവന്നു, ഏതെങ്കിലും ഒരു സുവിശേഷത്തെ എടുത്തു വന്നുകൊണ്ട് കണ്ടോ സഭ അവരെ വെറുതെ വിട്ടിട്ടില്ല, ഞങ്ങളും വെറുതെ വിടത്തില്ല. ഇപ്പം യേശു കുറുക്ക എന്ന് വിളിച്ചു, അതുകൊണ്ട് ഞങ്ങളും കുറുക്ക എന്ന് വിളിക്കും. ഒറ്റ വാക്കെടുത്ത് കൊണ്ടുവന്നിട്ട് യേശു കുറുക്ക എന്ന് വിളിച്ചു, അതുകൊണ്ട് ഞങ്ങളും വിളിക്കും. പൗലോസ് അപ്പോസ്തലൻ വെള്ളയടിച്ച് കുഴിമാറങ്ങളെ വിളിച്ചു എന്ന് ഞങ്ങളും വിളിക്കും എന്ന് പറയുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള വചനത്തെ മാത്രം എടുത്തു വെച്ച് ഒരുവൻ വ്യാഖ്യാനിച്ചു പോവുകയാണെങ്കിൽ അവരെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അത് സുവിശേഷത്തിനെതിരാണ്, ദൈവവചനത്തിന് എതിരാണ്. അവരാരാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം. അവരാണ് ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ ദൈവസഭയെയും ചതിക്കുന്ന പ്രബോധകരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വീണ്ടും ഇനി ഇത് പൗലോസ് അപ്പോസ്തലൻ മാത്രമാണ് ഇത് ഫോളോ ചെയ്തത്. അപ്പോസ്തലൻ മാത്രമല്ല ഇത് ഫോളോ ചെയ്തത്, കർത്താവ് ഈശോ മിശിഹ വരെ ഇത് ഫോളോ ചെയ്തു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ യേശു ഒരു പേര് എടുത്തു വെച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എടുത്തു വെച്ച് അവൻ്റെ തിന്മയെ വെറുക്കുന്നു എന്ന് പറയുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകം 2:6 വായിച്ചു. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്, നിക്കോളവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. നിക്കോളവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവയെ ഞാനും വെറുക്കുന്നു. അതായത് അപ്പസ്തോല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിൽ 7 പേരെ തിരഞ്ഞെടുക്കുകയും അവരുടെ ശിരസിൽ കൈവച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്തെഫാനോസിൻ്റെ കൂടെയുള്ളൊരു വ്യക്തിയാണ് ആര്? ഈ പറയുന്ന നിക്കോളവോസ്. ഈ പക്ഷക്കാരുടെ പ്രവൃത്തിയെ നീയും വെറുക്കുന്നു, അത് ഞാനും വെറുക്കുന്നു. പേരെടുത്ത് വെച്ചാണ് പറഞ്ഞത്. ആരാ പറഞ്ഞേ? കർത്താവ് ഈശോ മിശിഹാ പറയുന്നത്. യേശു തന്നെ പറയുകയാണ് അവൻ്റെ പ്രവൃത്തി തിന്മയാണ്. ആ 2:15 കൂടി വായിച്ചു, അപ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും. ആ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ പേരെടുത്തു വെച്ച് തന്നെ കർത്താവ് പറഞ്ഞു. കാരണം സഭ ഒരു കാര്യത്തിൽ മനസ്സിലാക്കണം, സഭയുടെ മണവാട്ടിയായ, അതായത് 2-ാം ആദത്തിൻ്റെ ഭാര്യയായ വിശ്വാസ സമൂഹം തിരിച്ചറിയണം. നിങ്ങളെ വഞ്ചിക്കുന്ന സാത്താൻ്റെ കെണികളെ നിങ്ങൾ തിരിച്ചറിയണം. അത് ഏത് വെള്ളക്കുപ്പായിട്ടവൻ വന്നാലും, ബ്രദർ എന്ന് പേരിട്ടവൻ വന്നാലും, ഏത് വ്യക്തി വന്നാലും നമ്മൾ തിരിച്ചറിയണം സത്യസുവിശേഷമാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇതും കൂടി വായിച്ചോ, റെവലേഷൻ 2:15 കൂടി വായിച്ചോ. അതുപോലെ തന്നെ നിക്കോളോസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതായത് തിന്മയായി ആ തിന്മയുടെ പക്ഷക്കാർ, അവരുടെ ഉപദേശം, തെറ്റായ ഉപദേശം, അവിടെ ഉപദേശത്തെക്കുറിച്ച് പറയുന്നത് തെറ്റായ ഉപദേശം, ആ ഉപദേശം നടത്തുന്ന ആ വ്യക്തിയുടെ പേരെടുത്തു പറഞ്ഞു യേശു. അപ്പം യേശു നിക്കോളാവസിൻ്റെ കുറ്റം പറഞ്ഞതാണോ? നമ്മൾ മാത്രം ഏതെങ്കിലും പുരോഹിതര് തെറ്റായി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തിനാണ് കുറ്റം പറയുന്നത്, നിനക്ക് സുവിശേഷം പറയാൻ നേരില്ലേ, നിനക്ക് വചനം പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. കാരണം അപ്പസ്തോലിനുള്ള അതേ ആകുല തന്നെയാണ് ഒരു ദൈവദാസനുള്ളത്. ഒരു ദൈവ പൈതൽ ഉണ്ടാകേണ്ടത് അതാണ്. അപ്പസ്തോലന്മാർക്ക് സഭയെക്കുറിച്ചുണ്ടായ ആകുലത എന്താണ്? ആകുലത സഭ വഞ്ചിക്കപ്പെടുകയും മണവാട്ടി സഭ വഴിതെറ്റിപ്പോവുകയും ചെയ്യുമ്പോൾ വേദനയുള്ളവനാണ് ദൈവത്തിൻ്റെ ദാസൻ, കർത്താവിൻ്റെ സുവിശേഷകൻ. അല്ല എവിടെയെങ്കിലും വഴിതെറ്റിപ്പോക്കോട്ടെ എന്ന് വിചാരിക്കുന്നവനല്ല. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, സാത്താൻ ഉപായത്തിൽ ചതിച്ചുകൊണ്ട് വരുന്ന സഭയുടെ മുൻപിലാണ്. മറ്റവൻ്റെ മുമ്പിൽ ചതിയും വഞ്ചനയൊന്നും വേണ്ടെന്ന് നേരിട്ട് എന്നാൽ മതി. അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ ചെന്നാലും വീണോളും. MDMA ആണ് മോനെ എന്ന് പറഞ്ഞാലും അത് വാങ്ങിച്ച് തിന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇത് മദ്യമാണ് എന്ന് പറഞ്ഞാൽ അല്ലേ, മദ്യത്തിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ആരും മദ്യം കഴിക്കുന്നില്ലല്ലോ അല്ലേ? കേരളത്തിൽ അങ്ങനെ ഒരു സാധനം കഴിക്കുന്നേ ഇല്ല, ആർക്കും വേണ്ട, ഒരു മനുഷ്യനും വേണ്ട, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ കാര്യം മനസ്സിലാക്കിയാൽ മതി. സാത്താൻ അത് തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് വിജാതിരെ നശിപ്പിക്കും, മറ്റുള്ളവരെ നശിപ്പിക്കും, അവനൊരു പ്രശ്നമല്ല. പക്ഷേ മണവാട്ടി സഭയുടെ മുമ്പിലേക്ക് അവൻ ഒരിക്കലും തിന്മയെ തിന്മയാണെന്ന് പറഞ്ഞു വരത്തില്ല. നന്മയുടെ മുഖം മൂടി അണിഞ്ഞ് അവൻ വരത്തുള്ളൂ. ആട്ടിൻതോലണിഞ്ഞ ചെന്നായായിട്ടേ വരത്തുള്ളൂ. അവൻ പ്രബോധനത്തിലാണ് വഴിതെറ്റിക്കുന്നത്. ആ പ്രബോധനത്തിൽ വഴിതെറ്റിക്കുന്നവനാണ് അവൻ്റെ പ്രവർത്തികളിലും വഴിതെറ്റായിരിക്കും. എല്ലാ പ്രവർത്തികളിലും ഗ്രാജുവലി അവൻ വഴിതെറ്റിയിരിക്കും. നമ്മൾ തുടക്കം ഒരു മോട്ടിവേഷൻ സ്പീക്കറെ കണ്ടു അല്ലേ? കർത്താവ് ഈശോ മിശിഹാ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലേ? എല്ലാവരും, അതായത് യേശു പറഞ്ഞു, മക്കളെ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ബാലൻ 5 അപ്പവും 2 മീനും എടുത്തു. അത് കേട്ട് ബാക്കിയുള്ളവർക്ക് കുത്തുകൊണ്ടു. ഞങ്ങൾ മാത്രം പൊതിക്കെട്ടി മറച്ചു വെച്ചേക്കാണല്ലോ എന്ന് കരുതി അവർ കൂടെ അവരുടെ പൊതിയെടുത്ത് തീറ്റ കഴിഞ്ഞപ്പോൾ കുറേ ഭക്ഷണം ബാക്കി വന്നു എന്നുള്ളതാണ് അവിടെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ. നമുക്കൊരു വചനം വായിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 8 മുതൽ 10 വരെ വാക്യങ്ങൾ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ വായിച്ചോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 7 മുതൽ 10 വരെ വാക്യങ്ങൾ വായിച്ചോ.
നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് അവർ പരസ്പരം പറഞ്ഞു. അതായത് യേശു പ്രബോധനം നടത്തുന്ന കാര്യം ഇതാണ്: ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹൂദരെ സംബന്ധിച്ച് പുളിമാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം മനസ്സിലാവുന്നത് നമ്മുടെ ഈസ്റ്റ്, മറ്റേ സംഭവം പുളിമാവ്, അതായത് മാവിനെ പുളിപ്പിക്കുന്ന ഈ സാധനം. യഹൂദരുടെ അല്ലെങ്കിൽ ഫരിസേയരുടെ പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാരെല്ലാം കൂടി ആകുലപ്പെട്ടു. ഷോ, യാത്ര പോവുക, അപ്പം കൊടുക്കാത്തതിന് ഇന്നും വഴക്ക് കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇവന്മാർ പരസ്പരം പെറുപിറുക്കാണ്. ഞങ്ങൾ അപ്പം എടുക്കാത്തത് കൊണ്ടായിരിക്കാം യേശു ഇത് പറഞ്ഞത്. തൊട്ടടുത്ത വാക്യം വായിച്ചോ. യേശു ഇതറിഞ്ഞ് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? ഈടാ മണ്ടന്മാരെ, അല്പവിശ്വാസികളെ, നിങ്ങൾ ഇപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ഒരു സംഭവത്തെ എടുത്തു വെച്ചു കൊടുക്കുക. അടുത്ത വാക്യം വായിച്ചോ. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പകഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിറച്ചത്? അതായത് വിശ്വാസമില്ലാത്ത ജനതയെ 2 പ്രാവശ്യം ഞാൻ അപ്പം വർദ്ധിപ്പിച്ചു, അപ്പൊ എത്ര കൊട്ട ബാക്കി വന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് യേശു ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛൻ്റെ പ്രബോധനം ശരിയാണെന്ന് നമ്മൾ വെറുതെ ഒരു വാദത്തിന് വേണ്ടി എടുക്കുക. ശരിയാണല്ലോ, നല്ലൊരു മോട്ടിവേഷനാണല്ലോ കൊടുത്തത് എന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ യേശു ആരാണെന്നാണ് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്വന്തം അധ്വാനമില്ലാതെ കയ്യും വീശിപ്പോയിട്ട് ആരാൻ്റെ അപ്പം മാത്രം ഭക്ഷിക്കുന്നവനാണ് യേശുവും ശിഷ്യന്മാരും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത്, എടാ നിങ്ങൾ അപ്പം ഒന്നും കൊണ്ടുവരണ്ട, ഞാൻ ഇനിയും പുതിയ സ്ഥലത്ത് പോയി ഞാൻ മോട്ടിവേഷൻ നടത്തും, അവർ പൊതി ഉറക്കും, നമ്മുടെയും വയറ് നിറയും, അവരുടെയും വയറ് നിറയും, പിന്നെ എന്തിനാ നിങ്ങൾ അപ്പത്തെക്കുറിച്ച് ഭയപ്പെടുന്നത് എന്നാണ് യേശു പറഞ്ഞതെന്ന് ഈ വാക്യത്തെയും പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനല്ല യേശു, നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണ്ട എന്ന് പഠിപ്പിച്ചവനാണ് അപ്പസ്തോലന്മാരും യേശുവും എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം എന്താ? മോട്ടിവേഷൻ സ്പീക്കറാണല്ലോ, മോട്ടിവേഷൻ കൊടുത്താൽ മതിയല്ലോ, വേറൊന്നും ചെയ്യണ്ടല്ലോ. എന്നാൽ കർത്താവ് യേശുമിശിഹാ മോട്ടിവേഷൻ സ്പീക്കറായിട്ടല്ല അവിടെ നിൽക്കുന്നത്, പകരം സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ മന്നയെ കൊടുത്തത്. എന്നിട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു, ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ചു യേശു. അതായത് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ജീവന്റെ അപ്പത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ക്രിസ്തുവിനെയാണ് ഇവിടെ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറ്റുന്നത്. അതായത് തള്ളി മറച്ച്, നമ്മളിപ്പോൾ പറയുമല്ലോ അല്ലേ, യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നവനാക്കി മോട്ടിവേഷൻ സ്പീക്കറാക്കി ജീവിക്കാൻ പോന്ന ഒരാളാണ് യേശു എന്നാണ് ഈ അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. പറഞ്ഞോ ഇല്ല, പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കുക, പ്രബോധനങ്ങളിലാണ് എപ്പോഴും സാത്താൻ വഞ്ചിക്കുന്നത്. അവൻ്റെ കുടിലതന്ത്രം എപ്പോഴും ഉപയോഗിക്കുന്നത് സുവിശേഷ പ്രസംഗങ്ങളിലാണ്, സുവിശേഷ പ്രബോധനങ്ങളിലാണ്. അതാണ് ഇന്നും അന്നും ഉപയോഗിക്കുന്നത്. ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു, ഒരു കോംപ്രമൈസും ഇല്ല, വീണ്ടും 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 ചതിച്ചുകൊണ്ടിരുന്നു. പഴയ നിയമത്തിൽ എനിക്കൊരു 1000 ഉദാഹരണം എടുക്കാം. പ്രബോധനത്തിൽ ചതിച്ചത്, ഒരു രാജാവിനെ വേണമെന്ന് മുറകൾ കൂട്ടി. ദൈവം ആഗ്രഹിച്ചില്ല അവർക്കൊരു രാജാവിനെ കൊടുക്കാൻ, എന്നാൽ മനുഷ്യൻ രാജാവിന് വേണ്ടി മുറകൾ കൂട്ടി. ഇങ്ങനെ പലതരത്തിൽ മനുഷ്യനെ തെറ്റായ വശങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഇവിടെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രബോധകനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഹവ്വയെ ഉദാഹരണം എടുക്കുന്നത്, ആദത്തെ എടുക്കാതെ ഹവ്വയെക്കുറിച്ച് പറയുന്നത്. കാരണം ദൈവസഭ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം, ദൈവവചനം നിങ്ങൾ ഗ്രഹിക്കണം, അവൻ്റെ കുതന്ത്രങ്ങളെ, അവൻ്റെ കുടിലതന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അവൻ നമ്മളെ വഴിതെറ്റിക്കുന്നവനാണ്. നിൻ്റെ പ്രാർത്ഥന ഇല്ലാതാക്കും, നിൻ്റെ ആത്മീയ ജീവിതത്തെ ഇല്ലാതാക്കും, ദൈവത്തോടുള്ള നിൻ്റെ ബന്ധത്തെ ഇല്ലാതാക്കും, എല്ലാം അവൻ മറച്ച് ഇല്ലാതെയാക്കും, നശിപ്പിക്കും. കാരണം അവൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിന്നെ നിത്യജീവനിൽ നിന്നും അകറ്റുക. ബാക്കിയെല്ലാം നീ ചെയ്തോ. നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ പറയുന്ന തെറ്റായ പ്രബോധനങ്ങളിൽ ചിലപ്പോൾ വചനം ഉണ്ടാകും, സുവിശേഷം ഉണ്ടാകും, അത്ഭുതം ഉണ്ടാകും, അടയാളം ഉണ്ടാകും, അവിടെ സാക്ഷ്യങ്ങളുണ്ടാകും, വിശുദ്ധ കുർബാന ഉണ്ടാകും, പ്രാർത്ഥനയുണ്ടാകും, ആരാധനയുണ്ടാകും, മാതാവ് ഉണ്ടാകും, വിശുദ്ധരുണ്ടാകും, വിഗ്രഹം ഉണ്ടാകും, ഈ പറയുന്ന സകലതും ഉണ്ടാകും. പക്ഷേ സത്യവചനം മാത്രം ഉണ്ടാകത്തില്ല. അതിൻ്റെ പ്രബോധനം നടത്തുന്നത് ആരായിരിക്കും? അതിൻ്റെ പുറകിൽ സാത്താനായിരിക്കും. അതുകൊണ്ട് ദൈവസഭ എപ്പോഴും മനസ്സിലാക്കണം, സത്യസുവിശേഷത്തെ നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലം ലഭിക്കും. വൃക്ഷം നല്ലതാണെങ്കിൽ
അതിൻ്റെ ഫലവും നന്മയായിരിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ജീസസ് മിഷനിലൂടെ നൽകിയത് നല്ല ഫലമാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അതിൻ്റെ വൃക്ഷവും നല്ലതാണ്. ദൈവം ആ വൃക്ഷത്തെ ഈ കാലം എത്രയും ദൈവം വളർത്തിയത്. കഴിഞ്ഞ 38 വർഷക്കാലം പ്രിയദാസനെ ശുശ്രൂഷയിൽ നിർത്തി അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം ശുശ്രൂഷയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ, കഷ്ടതയിലും ദുരിതത്തിലും പട്ടിണിയിലും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ സൂമിൽ കൂടിയിരിക്കുന്ന 400 കുടുംബങ്ങൾ. ഈ 400 കുടുംബങ്ങളിൽ അനേക ആത്മാക്കൾ, യൂട്യൂബിലൂടെ നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇന്നും ദൈവവചനം ശ്രവിക്കുന്നവർ, ദൈവവചനം ചേർത്ത് വെച്ച് നമ്മളോടുകൂടെ ആയിരിക്കുന്ന അനേക ആത്മാക്കളുള്ളതിൻ്റെ ഫലമാണ്, ആ വൃക്ഷത്തിൻ്റെ ഫലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവമാണ് അത് ഒരുക്കിയത്. സത്യസുവിശേഷം പറഞ്ഞതുകൊണ്ട്, ദൈവവചനം മായമില്ലാതെ കലർപ്പില്ലാതെ കൊടുത്തതുകൊണ്ട് ഇക്കാലം എത്രയും ദൈവം നമ്മളെ വളർത്തിയെങ്കിൽ ഇനിയും ദൈവം നമ്മളെ വളർത്തും. ദൈവത്തിൻ്റെ ആത്മാവ് ഈ മിനിസ്ട്രിയിലൂടെ പ്രവർത്തിക്കും. അനേക ആത്മാക്കളെ നേടുവാൻ നമ്മളെ ദൈവം ബലപ്പെടുത്തും. ദൈവം പ്രിയ ദാസനെ ബലപ്പെടുത്തും, പ്രിയ ബ്രദേഴ്സിനെ ബലപ്പെടുത്തും, പ്രിയ കോർഡിനേറ്റേഴ്സിനെ, സ്പിരിച്വൽ അഡ്വൈസേഴ്സിനെ, ഓരോ കുടുംബങ്ങളെ ഈ മിനിസ്ട്രിയിൽ നിന്നുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ വളർത്തും. ഒരൊറ്റ കാര്യം നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് ലഭിക്കുന്നത് സത്യസുവിശേഷമാണോ അല്ലയോ? മായം കലർന്ന ദൈവവചനമാണോ നമ്മൾ ശ്രവിക്കുന്നത്? അവനവൻ്റെ പോക്കറ്റ് നിറയ്ക്കുന്ന പണലാഭത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള സുവിശേഷമാണോ പ്രഘോഷിക്കുന്നത്? അതെയോ ദൈവവചനം അപ്പസ്തോലന്മാർ പഠിപ്പിച്ച സത്യസുവിശേഷമാണോ പഠിപ്പിക്കുന്നത് എന്ന് ദൈവവചനം എടുത്തു വെച്ച് പരിശോധിച്ചാൽ നമ്മൾ വഞ്ചനയിൽ വീഴത്തില്ല. രണ്ടാമാദമായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ മണവാളനോടൊപ്പം ചേരുന്ന ആ മണവാളൻ്റെ വിരുന്നിന് നമ്മൾ ഒരുക്കപ്പെടും. 10 കന്യകമാരിൽ 5 പേർ വിവേകമുള്ളവരെ പോലെ ദൈവം നമ്മെ ആ മണവാളൻ മണവറയിൽ പ്രവേശിക്കുമ്പോൾ അവരോടൊപ്പം നാം ഉണ്ടാകും. എന്നാൽ വഞ്ചനയിൽപ്പെട്ടാൽ എണ്ണയില്ലാത്ത 5 കന്യകമാരെ പോലെ നമ്മളും പുറന്തള്ളപ്പെടും. കർത്താവ് ഈശോ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, വാതിൽക്കൽ പോയി മുട്ടും, എന്നാൽ ദൈവം പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, കഴിഞ്ഞ വർഷങ്ങൾ ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ സുവിശേഷം, കർത്താവിൻ്റെ വചനം, അത് ഞങ്ങൾക്ക് ജീവൻ നൽകിയ, ഞങ്ങളെ വീണ്ടെടുത്ത, ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ, അനേക പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച, വിഗ്രഹാരാധനയിൽ നിന്നും, അന്യാരാധനയിൽ നിന്നും, മന്ത്രവാദങ്ങളിൽ നിന്നും, ആഭിചാരങ്ങളിൽ നിന്നും, മറ്റ് അനേക തിന്മകളിൽ നിന്നും, വെറുപ്പിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, വൈരാഗ്യത്തിൽ നിന്നും മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പഠിപ്പിച്ച കർത്താവിൻ്റെ സുവിശേഷം ഞങ്ങളെ ശക്തമായി പഠിപ്പിച്ച, അതുപോലെ ഇനിയും ഞങ്ങളെ വളർത്തണമേ, ഇനിയും ഞങ്ങളെ പഠിപ്പിക്കണമേ, ഇനിയും ഞങ്ങളെ ബലപ്പെടുത്തണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവേ ഈ സുവിശേഷത്തിന് അവിടുന്ന് സാക്ഷ്യങ്ങൾ നൽകണമേ. സത്യസുവിശേഷത്തിന്, ദൈവിക സത്യത്തിൻ്റെ സാക്ഷ്യം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക കുടുംബങ്ങളിൽ കർത്താവേ സാമ്പത്തികമായ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഈ സത്യസുവിശേഷത്തിൻ്റെ അനുഗ്രഹമായി ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഭവനങ്ങളിൽ നിറയട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ, അനുഗ്രഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കൃപ വർഷിക്കണമേ. പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ, ദൈവവചനം കേൾക്കുന്ന കുടുംബത്തിന് മുൻപിൽ കർത്താവിൻ്റെ സുവിശേഷമാകുന്ന, സത്യസുവിശേഷമാകുന്ന ആ ജീവന്റെ വചനം അവർക്ക് സൗഖ്യം നൽകണമേ, അനുഗ്രഹം നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.